الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പേരക്കുട്ടി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ സക്കാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ഈത്തപ്പഴങ്ങളുമുണ്ട്. ആ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം എടുത്ത് വായിൽ വെച്ചു. ചെറിയ കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഇർമി ബിഹാ മാ അലിംത അന്നാ ലാ നഅകുലു സദഖ. മോനെ അത് തുപ്പിക്കള, എറിഞ്ഞുകള. നിനക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സദഖയുടെ മുതൽ, സകാത്തിന്റെ മുതൽ അനുവദനീയമല്ല എന്ന് നിനക്കറിയില്ലേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് പാഠങ്ങൾ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കണിശമായിട്ടാണ് ദീനിന്റെ നിയമങ്ങളെ കണ്ടിട്ടുള്ളത്. അതൊരു കാരക്കയല്ലേ, അത് ഇത്ര സംഭവമാക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതിയില്ല. ചെറിയ കുട്ടിയാണ്. ഒരു കാരക്ക കണ്ടാൽ അതെടുത്ത് വായിലിടുന്ന പ്രായം. അത് ആരുടേതാണ്, എന്തിനുള്ളതാണെന്നൊന്നും ആലോചിക്കാത്തൊരു സമയം. അപ്പൊ എത്രയായിരിക്കും ആ കുട്ടിന്റെ പ്രായം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. ആ കുട്ടിയാണ് വായിലേക്ക് കാരക്ക വെച്ചിട്ടുള്ളത്. ആ കുട്ടിയെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തടയുന്നത്. ഇപ്പൊ ചെറുപ്പത്തിലെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അടുത്ത തലമുറയെ ശീലിപ്പിക്കുകയാണ്. മാത്രല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിന്നാൻ പാടില്ല എന്ന് മാത്രല്ല പറഞ്ഞത്, എന്തുകൊണ്ടാണ് തിന്നാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സകാത്തിന്റെ മുതൽ പറ്റൂല, അതുകൊണ്ട് നീ അത് തിന്നാൻ പാടില്ല. ആ കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങളുടെ ഒരു രീതിയും ശൈലിയുമായി. നമ്മുടെ മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കാറുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച അത്ര കണിശത, കാർക്കശ്യം നമ്മൾ വെച്ചു പുലർത്താറുണ്ടോ? സ്കൂള് തുറക്കാൻ പോവാണ്, വെക്കേഷൻ കഴിഞ്ഞു, ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകും. അപ്പൊ അവർക്കും നമുക്കും ഇനി നല്ല തിരക്കുള്ള സമയങ്ങളാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിലാകെ ഒച്ച വിളി,
ബഹളമായിരിക്കും. ആ സമയത്ത് അവർ കേൾക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. വേഗം എണീറ്റൂട്, ബസ് വരാൻ സമയമായിട്ടുണ്ട്, വണ്ടി എത്തിയിട്ടുണ്ട്, കുളിച്ചു മാറ്റി യൂണിഫോം ഇട്, ടൈം ടേബിൾ നോക്കിയോ, ഹോംവർക്ക് ചെയ്തോ, നോട്ട് പുസ്തകം വെച്ചോ, ചോറ്റുപാത്രം മറക്കരുത്. ഇങ്ങനെ കുറെ കാര്യങ്ങള് ഉമ്മയും വാപ്പൊക്കെ ചെറിയ കുട്ടികളോടും വലിയ കുട്ടികളോടൊക്കെ പറയും. ആ പറയുന്ന കൂട്ടത്തിൽ നമ്മളാരെങ്കിലും നമ്മുടെ മകനോട് മകളോട് ദുഹറിന് സമയമായാൽ പ്രയർ ഹാളിൽ ചെന്നിട്ട് നിസ്കരിക്കണം, ആൺകുട്ടിയാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം എന്ന് പറയാറുണ്ടോ? നമ്മളെ വീട്ടിൽ നിന്ന് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി പോകുമ്പോ അവളുടെ ശരീരത്തിൽ നിന്ന് കാണാൻ പാടില്ലാത്ത ഒന്നും പുറത്ത് കാണുന്നില്ല. മറക്കേണ്ട ഭാഗങ്ങളൊക്കെ അവർ മറക്കേണ്ട വിധത്തിൽ മറച്ചിട്ടുണ്ട്. പ്രോപ്പർ ഹിജാബിലാണ് അവൾ ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് വരണം, കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഉഷാറാകണം. ഈ സ്കൂളും കോളേജൊക്കെ തുറന്നാല് പിന്നെ പല കുട്ടികൾക്കും ദുഹർ നിസ്കാരമില്ല, ചിലർക്ക് അസറും ഇല്ല, ദുഹറും ഇല്ല, അസറും ഇല്ല. ഒന്ന് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു ക്യാമ്പസ് തെരഞ്ഞെടുക്കുമ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ മകൻക്ക് ഒരു ക്യാമ്പസ് തെരഞ്ഞെടുക്കുമ്പോ നിസ്കരിക്കാൻ അവിടെ ഒരു പ്രയർ ഹാൾ ഉണ്ടോ എന്ന് തിരയുന്ന എത്ര ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും. ആ സ്കൂളിൽ എന്റെ മകൻ പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ അവൻക്ക് അവിടെ അപ്പുറത്ത് പോയിട്ട് ദുഹർ നിസ്കരിക്കാൻ ഒരു പള്ളിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന എത്ര പാരന്റ്സ് ഉണ്ടാകും. അവിടെ ലാബ് ഉണ്ടോ, സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടോ, അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാകും. നിസ്കരിക്കാനുള്ള സൗകര്യത്തെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടി ഒരു സംശയം ചോദിച്ചിരുന്നു. അപ്പൊ അവരുടെ വിഷയം എന്താന്ന് വെച്ചാല് യൂണിഫോം നല്ല ടൈറ്റാണ്, അപ്പൊ കൈ കേറൂല. ഇപ്പോ ക്യാമ്പസ് പോയാല് സ്കൂളിൽ പോയാല് വുദു ചെയ്യണമെങ്കിൽ പറ്റൂല. അപ്പൊ എനിക്ക് തയമ്മും ചെയ്യാൻ എന്തെങ്കിലും ഇളവുണ്ടോ? എന്തിനാ നമ്മൾ ഇത്ര ടൈറ്റുള്ള യൂണിഫോം ധരിക്കുന്നത്? കുറച്ചൊരു അഞ്ഞ കുപ്പായിട്ടാൽ എന്താണ് പ്രശ്നം? അപ്പൊ നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യൂണിഫോം ഉണ്ട്, അത് അയഞ്ഞതാണ്. അതിങ്ങനെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ഇറുകി പിടിച്ച് നിൽക്കുന്ന കുപ്പായല്ല. അതിനൊരു ലൂസുണ്ട്, അതിനൊരു നീളമുണ്ട്, അതിനൊരു ഇറക്കമുണ്ട്. കണങ്കാല് വരെയുള്ള പാൻസ് എടുത്തിട്ട് ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല, കോളേജിൽ പോകാൻ പറ്റൂല, അങ്ങാടി പോകാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ജറ സൗബഹു ഖുയല ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ആരെങ്കിലും അഹങ്കാരത്തോടു കൂടി വസ്ത്രം നിലത്തെ വെച്ച് നടക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ നോക്കൂല എന്നാണ്. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്നിസാ, പെണ്ണുങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിന്റെ നീളം പറഞ്ഞത് നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല എന്നാണ്. അപ്പൊ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ? അവരവരുടെ വസ്ത്രത്തിന്റെ അറ്റം എന്ത് ചെയ്യണം? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് ഒരു ചാണ് താഴ്ത്തി കൊടുക്കട്ടെ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇദൻ തൻകശിഫ അഖദാമുഹുൻ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, ഓരെ കാൽപാദങ്ങൾ പുറത്തു കാണും, കാലുകൾ പുറത്തു കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുർഖീനഹു ദിറാഅ, അങ്ങനെയാണെങ്കിൽ അവരൊരു മുഴം താഴ്ത്തി കൊടുക്കട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ടാന്നാണ്. അപ്പൊ ഒരു പെണ്ണിന്റെ കാല് കാണുക എന്നുള്ളത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മദ്രസയിൽ പഠിച്ച പെണ്ണിന്റെ ഔറത്ത് എന്താണ്? മുഖവും മുൻകൈയുമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഏതെങ്കിലും ഒരു പുതിയാപ്പളന്റെ കൂടെ ഒരു പെണ്ണുങ്ങള് ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഓളം മുട്ടിന്റെ താഴെ മുഴുവൻ പുറത്ത് കാണാൻ പറ്റും. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഇതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടോ ഒരു വിഷയമായിട്ടോ നമ്മൾ കാണുന്നില്ല. ഞാൻ 2 സഹാബിമാർ പറഞ്ഞ 2 വാക്കുകൾ, വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട 2 വാക്കുകൾ. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി ജബലിൻ. ഒരു ഈമാനുള്ള മനുഷ്യൻ തെറ്റിനെ എങ്ങനെ കാണാമെന്ന് അറിയും? ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ആ പർവ്വതം എപ്പോഴാണ് അവരുടെ തലേക്ക് വീഴുക, ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരാളുടെ മനസ്സെന്തായിരിക്കും? ആ അവസ്ഥയിലായിരിക്കും ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരു തെറ്റിനെ കാണുക. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫിഹി. ഒരു താന്തോന്നിയായ മനുഷ്യൻ അയാൾ ഒരു തെറ്റിനെ കാണുക, ഓന്റെ മൂക്കുമ്മൽ വന്നിരുന്ന ഈച്ചനെ പോലെയാണ്. നമ്മളങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ ആ ഈച്ച പാറിപ്പോകും, അത്ര അവൻ ആ തെറ്റിനെ കാണുള്ളൂ. ഇതൊരു വാക്ക്.
രണ്ടാമത്തേത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി 10 വർഷം സേവനങ്ങൾ ചെയ്ത ഖിദ്മത്ത് ചെയ്ത സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നകും ലതഅലമൂന ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ് ശഅർ. നിങ്ങളടുത്ത് കുറച്ച് പണികളുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊരു മുടിയേക്കാളും നിങ്ങൾക്ക് നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ അത് വലിയ പാപമായിട്ടാണ്, വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിരുന്നത്. ഇത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പൊ ഏത് കാലത്ത് പറഞ്ഞതായിരിക്കും? അപ്പൊ ഇന്നത്തെ കാലത്ത് തെറ്റുകളൊക്കെ കണ്ടാൽ സഹാബിമാർ എന്താണ് പറയുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ എന്ത് സംഭവിച്ചാലും ഏത് തെറ്റ് ചെയ്യാനും നമുക്ക് ന്യായങ്ങളും ന്യായീകരണങ്ങളും ഉണ്ട്. അതിപ്പോ എല്ലാ കല്യാണങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് കല്യാണത്തിലപ്പോ മറ ഉണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ ഇരിക്കുന്നുള്ളത് അത് എവിടെ ഇല്ല. അപ്പൊ നാട്ടിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സംഭവം അല്ലേ, അങ്ങനെ നടന്നോട്ടെ. അപ്പൊ നാട്ടിലെല്ലാരും ചെയ്യുന്നത് നമ്മളിപ്പോ അങ്ങനെ ചെയ്യാന്ന, നമുക്കൊരു നിലപാട് വേണ്ടേ, നമുക്കൊരു തീരുമാനം വേണ്ടേ? ഈ കല്യാണങ്ങളൊക്കെ പേരിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് നടക്കുന്നത്. ആണും പെണ്ണും സ്റ്റേജിൽ കയറുന്നു, പുതിയാപ്പിളോളെ കൈ പിടിക്കുന്നു, ചുംബിക്കുന്നു, ഓന് മുട്ടുകുത്തിയിരിക്കുന്നു. ഈ പൂരത്തിനൊക്കെ ആനയെ ആനയിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പുതിയണ്ണിനെ കല്യാണത്തിന് ആനയിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ ഉമ്മത്തിൽ നടക്കുന്ന കല്യാണങ്ങൾ ഇതൊക്കെ ഞാൻ ആരാ തിരുത്തുക? ഈ ആഴ്ചക്ക് മലയാളത്തിൽ ഉത്ബോധനവും ഖുതുബയും കേൾക്കുന്ന നമ്മുടെ കല്യാണങ്ങൾ മാറ്റില്ല എങ്കിൽ പിന്നെ നാട്ടുകാർ കല്യാണത്തിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? എന്തൊക്കെ കാട്ടുകൂട്ടലുകളാണ് നടക്കുന്നത്. അവിടെ പോയിട്ട് ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വർത്താനം പറയാൻ പറ്റും, വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റും. നെഞ്ചുവേദന ഉണ്ടാക്കുന്ന കോലത്തിലാണ് അവിടെ മ്യൂസിക്കും സംഗീതവും കളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരുത്തണം. ഇതൊക്കെ എന്തെങ്കിലും നടക്കുന്നതല്ലേ? കല്യാണ ജീവിതത്തിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, ഒന്നുണ്ടെങ്കിൽ എന്തോ ആവാന്ന. ഏതൊരു കാര്യമാണെങ്കിലും അത് അല്ലാഹു പറഞ്ഞതായിരിക്കണം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കണം. ഇതൊക്കെ വിമർശിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നു ഇയാളിപ്പോ എല്ലാത്തിനും എതിരാണ്. നമ്മുടെ ദീനിൽ സന്തോഷിക്കാനുള്ള വകുപ്പില്ല. അങ്ങനെ ഉണ്ടോ? ദീനിൽ സന്തോഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? ഒരു പുതിയാപ്പിളക്ക് പുതിയണ്ണിനെ ചുംബിച്ചുകൂടെ, അത് പബ്ലിക്കിൽ വേണ്ടെന്നാ പറഞ്ഞത്. അത് സ്റ്റാറ്റസ് നാട്ടുകാർ മുഴുവൻ കാണുന്ന കോലത്തിൽ പറ്റൂല എന്നാ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് SLCക്ക് നല്ല മാർക്ക് കിട്ടി. നമ്മളൊരു കേക്കൊക്കെ വാങ്ങി ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ ആ കേക്ക് മുറിച്ചു. ആരെങ്കിലും അത് എതിർക്കുമോ? ഇല്ല. അത് ബർത്ത്ഡേന്റെ ഭാഗമാകുമ്പോ അതിന്റെ വകുപ്പ് മാറി, വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമാകുമ്പോ അതിന്റെ വകുപ്പ് മാറി. ഇത് ഹിജാബും ഉണ്ടാവില്ല, തട്ടം ഉണ്ടാവില്ല, അവളെ കാണാൻ പറ്റിയ കോലത്തിലും ആയിരിക്കും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഇടുക, വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അത് കണ്ടിട്ട് അതിന് കമന്റ് പറയുക. ഇതൊന്നും നമ്മുടെ രീതിയല്ല. ഇതൊക്കെ നമ്മൾ പൊളിച്ച് എഴുതണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, നബിന്റെ ഒട്ടകപ്പുറത്ത്, നബിന്റെ പിറകിൽ. അപ്പൊ ഒരു പെണ്ണ് ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഈ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, വന്ന പെണ്ണും ചെറുപ്പക്കാരിയാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ, ആ പെണ്ണ് ഫദ്ൽ ഇബ്നു അബ്ബാസിനെ നോക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെ മുഖം പിടിച്ചിട്ട് തിരിച്ചു നോക്കാൻ പറ്റൂല. അവിടെ ഒരു നിയമമുണ്ട്. അനുവദിക്കപ്പെട്ട നോട്ടമുണ്ട്, അല്ലാത്ത നോട്ടവും ഉണ്ട്. അപ്പൊ അനുവദനീയമായ നിലക്കുള്ള സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒന്നും ആരും എതിർക്കുന്നില്ല. അതല്ലാത്ത രീതിയിലേക്ക് അത് പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഈദ് കഴിഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഫോട്ടോകളാണ്, ഫാമിലി ഫോട്ടോസാണ്. അത് എല്ലാ വകുപ്പും ഉണ്ട്. ഉമ്മ ഉണ്ടാകും, പെങ്ങളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും. എന്നിട്ട് ഇത് നമ്മള് പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ വേറൊരാൾക്ക് കാണാൻ പറ്റിയ കോലത്തിലുള്ളതാണോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ അടുത്ത് നമ്മൾ കേട്ട വാർത്ത എന്താണ്? ഒരു 25 വയസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, ഓന്റെ ഫാമിലിയിൽപ്പെട്ട അവന്റെ കസിൻസിന്റെയും അല്ലാത്തവരുടെയൊക്കെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് വിൽക്കണം, കച്ചവടം നടത്തണം ടെലഗ്രാമിലൂടെ. എന്തിനാണ് നമ്മൾ അങ്ങനത്തെ വകുപ്പുകൾക്കൊക്കെ നിന്നു കൊടുക്കുന്നത്? അതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്, വാതിൽ തുറന്നു കൊടുക്കുന്നത്? ഈ അടുത്ത ബന്ധുക്കളായ അന്യരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ബന്ധുക്കളായിരിക്കും, പക്ഷെ അവർ അന്യരായിരിക്കും, മഹ്റമുകളായിരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ഒരു സഹാബി ചോദിച്ചു,
യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹം, എന്താണ് ഹമ്മുനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ഹമ്മു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളാണ്, ഭർത്താവിന്റെ സഹോദരൻ, ഭർത്താവിന്റെ അനിയൻ, ജ്യേഷ്ഠൻ, ഹമ്മുവാൻ. അപ്പൊ അങ്ങനെ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളെ പറ്റിയിട്ട്, ഒരു കുടുംബമാണ് എന്നാൽ അന്യരാൻ, ഓരെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അൽ ഹമ്മു അൽ മൗത്ത്. ഹമ്മു എന്ന് പറഞ്ഞാൽ മൗത്താൻ. അറബികള് വലിയ അപകടം പിടിച്ച സംഗതികൾക്കാണ് മൗത്ത് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താ അങ്ങനെ അടുത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അന്യരായിരിക്കും, ഓരോ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവിടെ പിന്നെ സംശയത്തിന് വകുപ്പില്ല. ഓനാ പെരയിൽ കണ്ടു, ഒരു കുടുംബക്കാരല്ലേ, അവിടെ പിന്നെ സംശയത്തിന് വകുപ്പില്ല. എന്നാ പുറത്തുനിന്ന് വന്ന ഒരു അന്യനാണെങ്കിലോ എന്താ പോനക്ക് അവിടെ കാര്യം എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആ ചിന്തക്കുള്ള സാധ്യത ഇല്ല. അപ്പൊ ആ വാതില് നമ്മുടെ ദീൻ അടക്കുകയാണ്. ഇതൊക്കെ അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളൊന്നും വെറുതെ നമ്മുടെ ദീന് പറയൂല. മനുഷ്യന്റെ മനസ്സറിയുന്ന, അവന്റെ ചിന്തകൾ അറിയുന്ന റബ്ബിന്റെ നിയമങ്ങൾ അതൊരിക്കലും തെറ്റുകയില്ല. ഈ ലജ്ജ എന്ന് പറഞ്ഞ സംഗതി തീരല്ലല്ലോ. ആരുടെ മുമ്പിൽ എങ്ങനെ നടക്കണം, എന്ത് പറയണം, ആരോടൊപ്പം ഇരിക്കണം, ഇതിനൊന്നും ഒരു നിയന്ത്രണം ഇപ്പൊ ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് ആ വെള്ളം കോരി കൊടുത്തതിന്റെ പേരിൽ അതിനെന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി വരുമ്പോ അവളുടെ ആ നടത്തത്തെ പറ്റിയിട്ട് ഖുർആൻ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ലജ്ജ വേണം. അൽ ഹയാഉ മിനൽ ഈമാൻ. ആ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഇല്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത, വേണ്ടതൊക്കെ ചെയ്തോളി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് വലിയ ഗുണമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ എന്റെ ഉപ്പാന്റെ ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. ഈ രണ്ട് ഖബറുള്ള സമയത്ത് ഞാൻ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ നടക്കാറുള്ളത് ആ കോലത്തിൽ തന്നെയാണ് ഞാൻ നടന്നിരുന്നത്. ഇപ്പൊ സാധാരണ ഒരു പെണ്ണ് വീട്ടിൽ നടക്കുമ്പോൾ മുഴുവൻ ഹിജാബും ധരിച്ചിട്ടല്ലല്ലോ നടക്കാറുള്ളത്. അപ്പൊ ആ കോലത്തിൽ തന്നെയാണ് ഞാൻ നടന്നിരുന്നത്. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ കൂടി എന്റെ വീട്ടിൽ വന്നു. ആയിഷ ബി പറയാണ്, ഫവല്ലാഹി മാ ദഖൽതുഹു ഇല്ലാ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി. പിന്നെ അതിനുശേഷം ഞാൻ ശരീരം മുഴുവൻ മറച്ചിട്ടാണ് എന്റെ വീട്ടില് ഉണ്ടായിരുന്നത്. അത് ഉമറിനോടുള്ള ലജ്ജയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിൽ കിടന്നിട്ട് ആയിഷ ബീവിനെ കാണുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. അത്രക്കും ലജ്ജയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് ഉണ്ടായിരുന്നത്, നമ്മുടെ ഉമ്മമാർക്ക് ഉണ്ടായിരുന്നത്. അല്ലെ, മരിച്ച ആൾക്കാരെല്ലാം കാണും, അറിയും, ഒരു പടത്തന്നെ ഉണ്ടാകും എന്ന വിശ്വാസമൊന്നുമല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞിട്ടേ ഓന്റെ റൂഹ് വീട് വിട്ടു പോവുള്ളൂ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും റൂഹ് തിരിച്ചു വരും, പിന്നെ അതിങ്ങനെ വീട്ടിലിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. അങ്ങനത്തെ വിശ്വാസം അത് ഹറാമാണ്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ആ വിശ്വാസം ഖുർആനും സുന്നത്തിനും എതിരാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബർസഖ് തുടങ്ങി. ബർസഖ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും ഇടയിലുള്ള മറയാണ്. അത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓർക്ക് ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല. ആ റൂഹ് പിന്നെ തിരിച്ചു വരൂല. ആ റൂഹ് ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ കോലത്തിൽ വരും, വേറെ ആളുടെ ഉള്ളിൽ കയറും. അങ്ങനത്തെ വിശ്വാസം ഒന്നും പാടില്ല. അത് ഹറാമാണ്. ഒരാള് മരിച്ച വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്വാസാണ്. നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഓന് നടത്തുന്ന ശ്രമമാണ്. അല്ലാഹു അങ്ങനത്തെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഈ 11, 12, 13 ദിവസങ്ങൾ നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അയ്യാമു തശ്രീഖി അയ്യാമു അഖ്ലിൻ വശുർബിൻ വദിക്രില്ലാഹി അസ്സ വജൽ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. വദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണ്. ആദ്യത്തെ രണ്ടെണ്ണമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടാകും, മൂന്നാമത്തത് അവസാനം പറഞ്ഞതും നടക്കണം. വദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണം. ഈ 3 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളതും വിലക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കൊല്ലത്തിൽ 5 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. കൊല്ലത്തിൽ 5 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വിലക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ, അത് നോമ്പെടുക്കാനുള്ള ദിവസങ്ങളല്ല. 1, 2 പെരുന്നാളിന്റെ ദിവസങ്ങളാണ്, പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളാണ്. ഈ 5 ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണ്. ഇപ്പോ തിങ്കളാഴ്ച 1 അയ്യാമു തശ്രീഖിന്റെ ദിവസമായിട്ട് അന്ന് സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റുമോ? പറ്റൂല. വ്യാഴാഴ്ച 1 അന്ന് നോമ്പെടുക്കാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടുകയാണ് എന്ന നിലക്ക് അയ്യാമു തശ്രീഖിന് നോമ്പെടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സുന്നത്തായ നോമ്പ് പറ്റൂല, നിർബന്ധമായ നോമ്പ് പറ്റൂല. അങ്ങനെ തിന്നാനും കുടിക്കാനും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അനുവാദം തന്നിട്ടുള്ള ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ തക്ബീറുകൾ ചൊല്ലുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ശേഷം പ്രത്യേകം തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നാണ്. സഹാബിമാരുടെ ചര്യയാണ്. അറഫയുടെ അന്ന്, ദുൽഹിജ്ജ 9 അറഫയുടെ അന്ന് ഫജ്ർ മുതൽ നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീറുകൾ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓരോ നിസ്കാരത്തിന് ശേഷം അവർ തക്ബീറുകൾ ചൊല്ലിയിരുന്നു. ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരം വരെയാണ് അതിന്റെ സമയം. ഓരോ നിസ്കാരത്തിന് ശേഷം ചെയ്യുക നമ്മൾ തക്ബീറുകൾ ചൊല്ലുക. അതിനൊരു നിശ്ചിത എണ്ണമൊന്നുമില്ല. അത് 3 തവണ ചൊല്ലണം, അല്ലെങ്കിൽ 5 തവണ ചൊല്ലണം, അങ്ങനെ ഒരു പ്രത്യേകിച്ച് എണ്ണൊന്നും വന്നിട്ടില്ല. ഒരാൾ 1 തവണയാണ് ചൊല്ലിയിട്ടുള്ളതെങ്കിലും ആ ചര്യ അവൻ ഫോളോ ചെയ്തതായിട്ടാണ് കണക്കാക്കുക. അതിങ്ങനെ ഒരാൾ ചൊല്ലിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഏറ്റു ചൊല്ലുക, ആ രീതിയിൽ ശരിയല്ല. താളത്തിനൊത്ത് എല്ലാവരും ഇങ്ങനെ പാട്ടുപാടുന്ന പുറത്ത് ചൊല്ലുക, അതൊന്നുമല്ല. ഓരോരുത്തരും ചൊല്ലുക, എല്ലാവരും ചൊല്ലുമ്പോ എല്ലാവരും ഒരുമിച്ചായാൽ പ്രശ്നമില്ല. അപ്പൊ ഏതായാലും ആ തക്ബീറുകൾ ചൊല്ലേണ്ട ദിവസങ്ങളിലും സമയങ്ങളിലുമാണ് നമ്മൾ ഉള്ളത്. ദുൽഹിജ്ജയുടെ തക്ബീർ, നിരുപാധികമുള്ള തക്ബീർ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നവരെ ആ തക്ബീറുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ അറഫയുടെ അന്ന് തുടങ്ങിയിട്ട് ഫജ്റിന്റെ ആ സമയത്ത് തുടങ്ങിയിട്ട് ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരം വരെയാണ്. അങ്ങനെ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായിട്ട് തക്ബീർ ചൊല്ലേണ്ടത്. അത് ജമാഅത്തായി നിസ്കരിച്ചവർക്ക് മാത്രമല്ല. ഒരാൾ പള്ളിയിൽ വന്നിട്ടല്ല നിസ്കരിച്ചത്, അയാൾ രോഗിയാണെന്ന് വിചാരിക്കുക, അയാൾ വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചത്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടാണ് ഒരു പെണ്ണ് നിസ്കരിച്ചത്, ഓൾക്കും എന്ത് ചെയ്യാം, ആ നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീറുകൾ ചൊല്ലാമെന്നുള്ളതാണ്. ഇതൊക്കെ സ്വതക്കയാണ്. ഇതൊക്കെ നമുക്കുള്ള ആഖിറത്തിലേക്കുള്ള വിഭവങ്ങളാണ്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തസ്ബീഹും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ തഹ്മീദും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞാൽ അത് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ നമ്മൾ പറഞ്ഞാൽ അത് സദഖയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, നമ്മൾ നന്മ കൽപ്പിച്ചാൽ അത് സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, നമ്മൾ ഒരു തിന്മ വിരോധിച്ചാൽ അത് സദഖയാണ്. ഇങ്ങനത്തെ ദീന് വേറെ ഏതാണ്? എന്തിനും സദഖ, എന്തിനും കൂലി. അപ്പൊ ആ ദീനിന്റെ നല്ല അനുയായികളാവുക. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചാണിൽ ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നമ്മൾ പിൻപറ്റുക. അള്ളാഹു ദീൻ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.